പ്രിയപ്പെട്ടവരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കക്കാടംപൊയിലാണ്. സത്വ എന്ന് പറയുന്ന ഒരു റിസോർട്ടിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താമസവും ഇതിൻ്റെ ചുറ്റുപാടുകളും വളരെ പ്രത്യേകതയുള്ള റിസോർട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടില്ല. അത്യാവശ്യം ചാർജ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം സത്വയിൽ താമസിക്കുന്ന കാഴ്ചകൾക്ക് ആൾ ഓഫ് വെൽക്കം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, സത്വ റിസോർട്ട് കാഴ്ചകൾ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ യാത്രയെക്കുറിച്ച് ആദ്യം ഒന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. സഹപ്രവർത്തകരോടൊപ്പമാണ് എൻ്റെ ഈ യാത്ര. തിരൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. രാവിലെ 9-ന് ആരംഭിച്ച യാത്ര നിലമ്പൂർ വഴിയാണ് കക്കാടംപൊയിലിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. കക്കാടംപൊയിലിൽ എത്തുന്നതിന് മുന്നേ നിലമ്പൂർ അല്പനേരം നിർത്തിയിരുന്നു കേട്ടോ. ചാലിയാറിൻ്റെ തീരമൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തുടർന്നത്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം ചാലിയാർ കാണാൻ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആ കുറച്ച് കാഴ്ചകളൊന്ന് സ്വല്പം പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് വരൂ. ഉച്ചയൂണിന് ശേഷം കക്കാടംപൊയിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കക്കാടംപൊയിൽ എത്തുന്നതിന് മുൻപ് ഒരു വനപ്രദേശത്ത് ഒരു സ്ട്രീം ഉണ്ടായിരുന്നു. പാറക്കെട്ടുകൾ തലോടി ഒഴുകുന്ന തണുത്ത ജലപ്രവാഹത്തിൽ കുളിച്ച് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ച ശേഷമാണ് ഞങ്ങൾ സത്വ റിസോർട്ടിന്റെ മുന്നിലെത്തിയിട്ടുള്ളത്. എൻട്രൻസ് കടന്ന് നാം എത്തുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനത്തിലാണ്. ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കെട്ടിടം അവിടെ കാണാനുണ്ട്. അത് റിസീവിംഗ് റൂമാണ്. ഇവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആദ്യം ഓഫീസ് ഒന്ന് കാണാം. സഹപ്രവർത്തകൻ ദിലീപ് പേരുകൾ രജിസ്റ്റർ ചെയ്തു. കാം ആൻഡ് ക്വയറ്റ് ആണ് അവിടുത്തെ അന്തരീക്ഷം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. 10-15 വർഷം മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ചെമ്പോത്തിമല ഇതിനടുത്താണ്. ചെമ്പോത്തിമലയിലേക്ക് ട്രക്ക് ചെയ്യാനാണ് ഞാൻ അന്ന് വന്നത്. റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ചായയും സ്നാക്സും കിട്ടും. നമുക്ക് അങ്ങോട്ട് പോകാം. ഭക്ഷണശാല കാണാം. വൃത്തിയുള്ള വഴിയാണ്. പ്രകൃതിയിൽ അലിഞ്ഞ് ആ ഭക്ഷണം കഴിക്കാം. സംഗതി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. റെസ്റ്റോറൻറ്റിൽ ആളുകളൊന്നും അധികമില്ല. ധാരാളം പൂക്കൾ പുറത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. പ്രകൃതി സുന്ദരമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഭക്ഷണശാല. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ചായയും പഴംപൊരിയും കഴിച്ചിട്ട് കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു. അതിനുശേഷം നമുക്ക് അനുവദിച്ച മുറിയിലേക്കാണ് ഞങ്ങൾ നടന്നത്. ധാരാളം മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഏതോ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. പാറകൾ കൊണ്ട് ഒരു സൃഷ്ടി. ഫോട്ടോ പിടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ അവസാനം ഞങ്ങളുടെ താമസ സ്ഥലത്തെത്തി. അത് ഒരു ഡോമട്രിയാണ്. നമുക്കാദ്യം പുറം വരാന്തകൾ കാണാം. 20ഓളം കട്ടിലുകൾ ഒരുക്കിയിട്ടുള്ള അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ഡോമട്രിയാണ്. വൃത്തിയും വെടിപ്പുമുണ്ട്. ആവശ്യത്തിന് വെളിച്ചം കിട്ടാനുള്ള വിൻഡോ സൗകര്യമുണ്ട്. പ്രാഥമിക കാര്യങ്ങൾക്ക് തൊട്ടപ്പുറത്ത് വരാന്തയോട് ചേർന്നാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. രാത്രി ഭക്ഷണമടക്കമാണ് പാക്കേജ്. 20ലധികം വിഭവങ്ങളുള്ള ഒരു പാക്കേജാണ്. ഭക്ഷണം കഴിച്ച് ക്യാമ്പ് ഫയറും ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ ഉറങ്ങിയത്. രാവിലെ കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് ഉണർന്നു. ഒരു പ്രഭാത സവാരിയാവാം. വൃത്തിയും ഭംഗിയുമുള്ള റോഡിലൂടെ ഒരു നടത്തം. കൂട്ടത്തിൽ കാഴ്ചകൾ കാണിക്കുകയും ചെയ്യാം. കിളികൾക്ക് ശല്യമാവുന്നത് കൊണ്ട് സൗണ്ട് നിയന്ത്രണത്തോടു കൂടി മാത്രമേ ഞാൻ ഇനി സംസാരിക്കുകയുള്ളൂ. ഇവിടുത്തെ ഒരു സൂപ്പർ ഡീലക്സ് റൂം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് കാണുകയും ചെയ്യാം.
ഇതാണ് സൂപ്പർ ഡീലക്സ് റൂംസ്, ഓൾഡ് പാത്ത് 101 to 106 കേട്ടോ. ഇവിടെയൊക്കെ താമസ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണിക്കാം. കണ്ടോ, സൂപ്പർ ഡീലക്സ് റൂംസിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇതൊക്കെ. പ്രകൃതിയോട് ഇണങ്ങിയിട്ട് താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മുളകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒരു ഷെൽഫാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇത് സാധാരണ നമ്മുടെ റൂംസിലൊന്നും അങ്ങനെ ഷെൽഫ് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെയല്ല, ഇതിനെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഉണ്ടല്ലേ കൈ കഴുകാനുള്ളത്, ചായ കെറ്റിൽ വെക്കാനുള്ളത്. ഈ ബെഡ്റൂം, AC, ഫാൻ. ഇവിടെ ചൂടുണ്ട് കേട്ടോ. ഉണ്ട്, ഇവിടെ ഒരു ചെയറും ടേബിളും ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് സ്പീഷ്യസ് ആണ്. നമുക്ക് നല്ല സൗകര്യവും സംഗതികളും ഒക്കെ ഉണ്ട്. യെസ്, ഇതാണ് നമ്മൾ പുറത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, ഇതാണ് പുറത്തെ കാഴ്ച. അവിടെ ചെമ്പോത്തി മലയൊക്കെ കാണാനുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. പക്ഷികളുടെ ശബ്ദം കേട്ടില്ല നിങ്ങൾ? ഒറ്റയ്ക്ക് നമ്മൾ, അതായത് നമുക്കൊരു കാമൻ ക്വയറ്റായിട്ട് താമസിക്കണമെങ്കിൽ ഈസ് ബെസ്റ്റ് ചെയർ, ഇരിക്കാനുള്ള ചെയറാണ്. ഇതുപോലത്തെ റൂംസ് ഇവിടെ 3-4 റൂംസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആ നിലയിലാണ്. പക്ഷെ എനിക്കിതിൽ ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗത്തെ വ്യൂ എല്ലാം എനിക്ക് ഓക്കെയാണ്, ഈ റൂമും ഓക്കെയാണ്, ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു സംഭവം, കൈ കഴുകാനുള്ള ഒരു സംഭവം അത്ര എനിക്ക് തൃപ്തിയായില്ല. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാത്റൂം. ഇതാണ്, മനസ്സിലായില്ലേ? ഇതാണ് ബാത്റൂം. നല്ല സൗകര്യമുണ്ട്. ഇവിടെ കർട്ടൻ വെച്ചിരിക്കുകയാണ്. കുളിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെയാണ്. മനസ്സിലായി? ഇത് അടിപൊളിയാണ്, കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടിരിക്കുന്നു. ചായ കെറ്റിൽ, 2 ബോട്ടിൽ വെള്ളമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടാവുന്ന ഫെസിലിറ്റീസ്. ഇപ്പൊ നല്ല മിററുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൂപ്പർ ഡീലക്സ് റൂം നമ്മൾ കണ്ടു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത്തരം പശ്ചാത്തലത്തിൽ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്കത് ഇനി എൻജോയ് ചെയ്യാം. ഒരു ഏകാന്തതയിലെ ഈ നേരത്തെ ഞാൻ പലതവണ പറഞ്ഞാണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെ 2-3 ദിവസം താമസിക്കണമെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. പ്രകൃതിയോട് ഇണങ്ങി ഒരു ലൈഫ്, അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു മുറിയുമാണ് നമ്മൾ കണ്ടത്. രാവിലെ തന്നെ വൃത്തിയാക്കൽ പണി നടന്നുകൊണ്ടിരിക്കുക. താമസിച്ച രാവിലെ ഒരു നടത്തത്തിനൊക്കെ ഇവിടെ ആയുർവേദ സെൻ്ററോ എന്തൊക്കെയുണ്ട് കേട്ടോ. എന്താ സാധനം, എന്തൊരു കായയാണ്. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഈ കായ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒരു കെട്ടിടമുണ്ട്. ഇതാണ് ആയുർവേദ സെൻ്റർ കേട്ടോ. ഷാജി ആയുർവേദ ഹോളിസ്റ്റിക് സെൻ്റർ. എന്തൊക്കെയോ പക്ഷികളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹെൽത്ത് ക്ലബ് കേട്ടോ, സത്വയുടെ ഹെൽത്ത് ക്ലബ്ബാണിത്. ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ. ഓയ് ഹാ കൊല. ഹെൽത്ത് ക്ലബ്ബാണ്, മൾട്ടി ജിംനേഷ്യമാണ് കേട്ടോ. അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കാണിച്ചു തരാം നമുക്ക്. ഉണ്ടല്ലേ, കുറച്ച് ഫെസിലിറ്റീസ് ആവും. 2 ഉപകരണങ്ങളുണ്ട്. ഇതാ, നമ്മളൊരു നഗരത്തിൽ പോയിട്ടേ ഒരു വ്യായാമം ചെയ്യുന്നതോ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വ്യായാമം ചെയ്യുന്നത് സോ ഡിഫറൻറ്റ്. പൊളി. എന്തൊക്കെയുണ്ട്, എത്രയോ ഏക്കർ കണക്ക് സ്ഥലത്താണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. എന്തോ ഒരുമാതിരി പക്ഷികളാണ്. ഇത്രയൊന്നുമില്ലാതെ നമ്മുടെ വീടിന് മുന്നിൽ പോലും രാവിലെ വന്നു കഴിഞ്ഞാൽ ധാരാളം പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. ഇതാ നമ്മുടെ കൂട്ടുകാർ നടന്നിട്ട് അവർ തിരിച്ചു വരികയാണ്. രാവിലത്തെ ഒരു പ്രഭാത സവാരി.
നടന്നിട്ട് വരിക. എങ്ങനെ ഉണ്ടായിരുന്നു ഫീൽ? ഗുഡ് ഫീലാണ് അല്ലേ? ഇങ്ങനത്തെ ഒരു പക്ഷെ അതൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര കോസ്റ്റായി നമുക്ക് തോന്നില്ല അല്ലേ? ഇത് ഉപയോഗപ്പെടുത്തുമ്പോഴേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അപ്പോൾ അവിടെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല, നടക്കണം. പക്ഷെ നിങ്ങൾ ഫുൾ പോയോ? കവർ ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. താഴെ എന്തൊക്കെയുള്ള അല്ല കെട്ടിടങ്ങൾ എന്തൊക്കെയുള്ള കോട്ടേജുകളുണ്ട്? ഓക്കെ, ഞാൻ ഒന്ന് പോയി നോക്കാം. സൈലന്റ് സിറ്റിംഗ് ഏരിയ എന്നാണ് പറഞ്ഞത്. പാറ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ആണോ, ഇവിടെയൊക്കെ മുളകൾ വെച്ചിട്ടേ ഇവിടെയൊക്കെ കോട്ടേജുകളുണ്ട്. അടിപൊളി കോട്ടേജസാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയില്ല, പോയി നോക്കിയാൽ നോക്കാം അവിടെ എന്താ ഉള്ളത്. ഇവിടെയും ഒരു കോട്ടേജാണ് കേട്ടോ, താമസിക്കാൻ പറ്റിയ. ഹായ് അല്ല, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കള്ളിമുള്ള്. ഈ ഇത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് AC എന്തിനാണെന്ന് മനസ്സിലായില്ല. വേനൽക്കാലത്താവും അല്ലേ? ഇവിടെ AC പിടിപ്പിച്ചിട്ടുണ്ട്. AC റൂംസ് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാവും. കൊള്ളാം. അപ്പോൾ ഇവിടെ വന്നാലും നമുക്ക് ഇത്തരമൊരു സൗകര്യങ്ങളിൽ നമുക്ക് താമസിക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. ഇതിൻ്റെയൊക്കെ കോസ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷനിൽ ഞാനത് എഴുതിയിടാം, ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് ഒന്നും കൂടെ. ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ വന്നു. അപ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കക്കാടംപൊയിലൊന്ന് വന്ന് ഒരു ദിവസം എൻജോയ്മെൻറ്റ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഒന്നും പറയാനില്ല. ഇവിടെ ഞാനൊരു 10-15 വർഷം മുമ്പേ ഇവിടെ ചെമ്പോത്തിമല ട്രക്ക് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ട്. അവിടെ അന്ന് ഫ്രണ്ട്സിനോടൊപ്പം വന്നേ. ചെരുപ്പ് ഇട്ടിട്ടില്ല, കാല് വേദനിക്കുന്നുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഒയ്യോ, എന്തോ ഒരു ആംബിയൻസാണ്, ഒന്നും പറയണ്ട. സൂപ്പർ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആംബിയൻസ്. അവിടെ ഒരു പഴയ കെട്ടിടമുണ്ട് കേട്ടോ, അടിപൊളി. അത് കൊള്ളാലോ. ഓക്കെ, ഒരു പഴയ കെട്ടിടം. ഇതാ ഇവിടെയും ഒരു കെട്ടിടമുണ്ട്. ആ കാട്ടിൻ്റെ ഉള്ളിൽ ആ കെട്ടിടം കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ. അതൊക്കെ ഇവരുടെ ആണോയെന്നറിയില്ല കേട്ടോ. ഇവർ വാങ്ങി വെച്ച് ഇവിടെയൊക്കെ താമസ സൗകര്യങ്ങളുണ്ടോ? റോഡ് അങ്ങോട്ടൊക്കെ പോകുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇനി കയറ്റം കയറി ഞാൻ തിരിച്ചു പോകണം കേട്ടോ. ചെരുപ്പ് ഇട്ടിട്ട് കാല് നല്ല വേദനയാണ്. നമ്മൾ പണ്ടൊന്നും ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണോ ജീവിച്ചേ? അല്ലല്ലോ. ഇവിടെയൊക്കെ കോട്ടേജുകളുണ്ട്. ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആഹാ, നല്ലൊരു മാവ്. ഇവിടെയൊക്കെ ചെടികൾ. ഗ്രൂപ്പ് റെസിഡൻസ് റൂം എന്നാണ്, 0 ഗ്രാവിറ്റി മിഡിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. വേണ്ട, എന്താ അടിപൊളിയല്ലേ. പഴയൊരു കെട്ടിടത്തെ അവിടെ അങ്ങ് താമസിക്കാനുള്ള സൗകര്യത്തിൽ ആക്കി വെച്ചാന്ന് തോന്നുന്നു. ഇവരുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചക്ക. നമ്മൾ ഈ റിസോർട്ടുകളാവട്ടെ, അതിൻ്റെ ബിസിനസ് സ്ട്രക്ചറാവട്ടെ, നമ്മളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടാവണം. അത് ഒരു പ്രകൃതിയെ നിലനിർത്താൻ പറ്റിയ തരത്തിലുള്ള സംഭവമായിരിക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു മോഡലാട്ടോ, വലിയൊരു മോഡലാണിത്. ഒരു വലിയൊരു ഏരിയ സ്ഥലം തന്നെ വിലക്കെടുത്തിട്ട് അവിടെ എങ്ങനെ നിലവിലുള്ള സംഗതി ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നത് പഴയൊരു കെട്ടിടമാണ്. ഇവരുണ്ടാക്കിയാണെന്ന് തോന്നുന്നില്ല എനിക്കിത്. അതവിടെ നിലനിർത്തിയിട്ടുണ്ട് അവർ. ഇതൊക്കെ അവരുണ്ടാക്കിയ കെട്ടിടം. ഇവരെ കെട്ടിടങ്ങൾക്കെല്ലാം ഒരു യുണീക്കായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട് കേട്ടോ. വലിയൊരു കാഴ്ചയിൽ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും താമസിക്കാൻ നല്ല സൗകര്യമായിട്ട് ഒരുക്കിയിട്ട് എല്ലാം ഗ്രൂപ്പായിട്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നമ്മളാ മുകളിൽ നിന്ന് കണ്ട കെട്ടിടമാണ് താഴേക്ക്. അതുവരെ ഇവരുടെ ആണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. ഇവിടെയൊക്കെ കെട്ടി മറിച്ചിട്ടുണ്ട്. വല്ല വന്യജീവികൾ വരുന്നതുകൊണ്ട് ബ്ലോക്ക് ചെയ്തതാവാം. മുള ധാരാളം. ഇതൊക്കെ ഇവർ വെച്ചതാവും കേട്ടോ. ഈ മുളകളൊക്കെ അവർ പിടിപ്പിച്ചതാവും എനിക്ക് തോന്നുന്നത്. ഇതുവരെയാണ് നമുക്കുള്ള നടക്കാനുള്ളൊരു സൗകര്യമുള്ളത്. ഇതാണ് സത്വ എന്ന് പറഞ്ഞ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അതിൻ്റെ സൗകര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ തിരിച്ച് നടക്കാം കേട്ടോ. ഇങ്ങോട്ടേക്ക് ക്യാമറ വെച്ചിട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഫീലല്ല, നമ്മൾ
അങ്ങോട്ടേക്ക് പോകുമ്പോൾ വ്യത്യാസമുണ്ട്. കണ്ടോ, ഓരോന്നും ഓരോ കാഴ്ചയാണ്. ചെമ്പരത്തിപ്പൂവിനെ വീട്ടിൽ നിന്നും കാണാം, നമുക്ക് ഇവിടെ നിന്നും കാണാം. ഹായ്, ഒരു പക്ഷി അവിടെ നിന്ന് ഓടിപ്പോയി. നേരത്തെ ഈ ഭാഗം നമ്മൾ എടുത്തില്ലല്ലോ, ഇങ്ങനെ സാധനം കണ്ടില്ലല്ലോ. അത് കൊള്ളാലോ. ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര ആംബിയൻസാണ്. എനിക്കും ഇതൊക്കെ പണിക്കാർ താമസിക്കുന്നതാവും കേട്ടോ. ഈ പഴയ കെട്ടിടങ്ങളൊക്കെ അവർ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. ആ മണ്ണിനോട് ചേർന്നിട്ട് ആ ചുമര് നോക്കിയേ. ഇവിടെ നല്ല രസമായിട്ട് അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ ഒക്കെ ഇടങ്ങാണ് അവിടെ. അവിടെ പൊടി ഉണ്ടോ, പൊടി ഒഴിവാക്കുന്നുണ്ടോ? എന്തെങ്കിലും പൊടികൾ ഒക്കെ ഉണ്ടെങ്കിൽ മൂപ്പര് മുഴുവൻ അത് ക്ലീൻ ചെയ്യാം. വാ, ഇത് മനോഹരല്ലേ? അത്രമാത്രം അതിൻ്റെ മാനേജ്മെൻറ്റ് ആ കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. ഗൈസ്, ഇനി നമുക്ക് കാണിക്കാനുള്ള ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഒരു പൂളാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഈ സത്വ എന്ന് പറയുന്ന ഈ പിന്നെ റിസോർട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ഈ പിന്നെ പൂളാണ്. ആ പൂളിൽ കുളിക്കുന്ന സമയത്ത് പ്രകൃതി സുന്ദരമായിട്ടുള്ള ആ പർവ്വതങ്ങളും അതുപോലെ തന്നെ ആ കാടും ഒക്കെ കണ്ടുകൊണ്ട് അടിപൊളി വൈബിൽ നമുക്ക് കുളിക്കാൻ പറ്റും. നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇനി ആ കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പടർന്നു നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തുകളിലാണ് കക്കാടംപൊയിൽ സ്ഥിതി ചെയ്യുന്നത്. 2 ജില്ലകളുടെയും അതിർത്തി നിശ്ചയിക്കുന്ന സ്ഥലവും കൂടിയാണിത്. പ്രധാനപ്പെട്ട 2 നദികൾ ചാലിയാറും ഇരുവഴിഞ്ഞിപ്പുഴയും ഉദ്ഭവിക്കുന്നത് ഈ പർവ്വത പ്രദേശത്ത് നിന്നാണ്. അകമ്പാടം, തിരുവമ്പാടി, മുക്കം, കൂടരഞ്ഞി, കൂമ്പാറ, തോട്ടുമുക്കം തുടങ്ങിയ സ്ഥലങ്ങൾ ഇതിനടുത്ത് തന്നെയാണ്. കോഴിപ്പാറ വെള്ളച്ചാട്ടം, പഴശ്ശിരാജാവിന്റെ ഒളിസങ്കേതമായ ഗുഹ, പൊട്ടൻപാറ തുടങ്ങിയ സ്ഥലങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ആകർഷകമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു വളരെ വൈബുള്ള ഈ സ്ഥലത്തെ വീഡിയോയും കാഴ്ചകളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കക്കാടംപൊയിൽ ഞാനൊരു 15 വർഷം മുമ്പ് വന്നതാണ്. അതിന് ശേഷമാണ് ഒരു ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കംബാക്കാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നി. നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.